അന്താരാഷ്ട്ര എണ്ണ വിപണിയിലുണ്ടായ പൊതുചെലവ് വർധന മൂലം ഉണ്ടായ ബജറ്റ് കമ്മി നികത്താൻ ഇസ്ലാമിക കടപ്പത്രങ്ങൾ ഇറക്കാൻ കുവൈറ്റ് സർക്കാർ ആലോചിക്കുന്നു. ധനമന്ത്രി അസസ് സാലിഹാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഞങ്ങളുടെ ഡയറക്ടർ എം അഷ്റഫ് ചേരുകയാണ്. കൂടുതൽ വിവരങ്ങൾ. അന്താരാഷ്ട്ര എണ്ണ വിലയിലുണ്ടായ കുറവും പൊതുചെലവ് വർദ്ധിച്ചത് മൂലം ഉണ്ടായ ബജറ്റ് കമ്മി നികത്താനാണ് ഇസ്ലാമിക കടപ്പത്രങ്ങൾ ബോണ്ട് ഇറക്കാൻ കുവൈറ്റ് സർക്കാർ ആലോചിക്കുന്നത്. ധനമന്ത്രി അനസ് സാലിഹാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത്. ഇത് സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്താനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞതായി വ്യക്തമാക്കിയ അദ്ദേഹം വിശദ വിവരങ്ങൾ പക്ഷേ വെളിപ്പെടുത്തിയില്ല. ഏപ്രിൽ മുതൽ തുടങ്ങുന്ന അടുത്ത സാമ്പത്തിക വർഷത്തിൽ ബജറ്റ് കമ്മി 1200 കോടി ദിനാറായി ഉയരുമെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് സർക്കാർ കമ്മി നികത്താൻ ബദൽ മാർഗങ്ങൾ തേടിയത്. 1988-89 സാമ്പത്തിക വർഷത്തിന് ശേഷം ആദ്യമായാണ് കുവൈറ്റ് ബജറ്റ് കമ്മിയിൽ അവസാനിച്ചത്. സാധാരണ അവതരിപ്പിക്കുമ്പോൾ ബജറ്റ് കമ്മിയിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എണ്ണയുടെ വ്യാപാരം സംബന്ധിച്ച വരുമാനത്തിന് അടിസ്ഥാനത്തിലായിരുന്നു കാര്യങ്ങൾ നീക്കൊടുത്തത്. പക്ഷേ ഇത്തവണ എണ്ണവില കുവൈറ്റില് ബജറ്റ് കണക്കൂട്ടുന്ന ബാരലിന് $60 ഏറെ താഴ്ന്നതോടെയാണ് ബജറ്റ് കമ്മി യഥാർത്ഥത്തിൽ കമ്മിയായത്. നേരത്തെ ഉണ്ടായ ബജറ്റില് എണ്ണവില കൂടിയത് തുടർന്ന് ഈ ബജറ്റ് കൂടുതൽ കാര്യങ്ങൾക്ക്, അതായത് വികസനോന്മുഖമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ എണ്ണവില കുവൈറ്റ് ബജറ്റിൽ കണക്കൂട്ടുന്ന ബാരലിന് $60 ഏറെ താഴ്ന്നതോടെയാണ് ബജറ്റ് കമ്മി യാഥാർത്ഥ്യമാണ്. തൊട്ടു മുമ്പത്തെ സാമ്പത്തിക വർഷം 3181 കോടി ദിനാറായിരുന്നു കുവൈറ്റിന്റെ വരുമാനമെങ്കിൽ 2014-15 സാമ്പത്തിക വർഷം ഇത് 2492 കോടി ദിനാറായി കുറഞ്ഞു. 2929 കോടി ദിനാറായി ഉണ്ടായിരുന്ന എണ്ണ വരുമാനം 2250 കോടി ദിനാറായി കുറഞ്ഞതാണ് ഇതിന് കാരണം. എണ്ണ വരുമാനത്തിൽ മുൻ വർഷങ്ങളിൽ നിന്നും 23.2% കുറവുണ്ടായതിനെ തുടർന്നാണ് മൊത്തം വരുമാനം 21.6% കുറഞ്ഞു. നിലവിലെ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ കമ്മി ഇനിയും കൂടുമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് കടപ്പത്രങ്ങൾ ഇസ്ലാമിക് ബോണ്ട് ഇറക്കുവാനുള്ള നടപടികളെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത്. പൊതുചെലവ് കുറക്കാൻ സേവനങ്ങളുടെ സബ്സിഡി കുറക്കുന്നത് കൊണ്ട് മാത്രം കഴിയില്ലെന്ന തിരിച്ചറിവിലാണ് മറ്റ് വഴികളിലേക്ക് കുവൈറ്റ് ഗവൺമെന്റ് തിരിയുന്നത്. ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ എം അഷ്റഫാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ദുബായിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചു. പാർക്കിംഗ് സമയത്തിന് നൽകിയിരുന്ന ഇളവിലും മാറ്റമുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ടി ജമാലുദ്ദീൻ ചേരുകയാണ്. ജമാലുദ്ദീൻ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? ദുബായിലെ വാഹനങ്ങളുടെ പെയ്ഡ് പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അധികൃതർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ദുബായ് മീഡിയ ഓഫീസ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ദുബായിലെ 30,000-ഓളം വരുന്ന പാർക്കിംഗ് സ്ലോട്ടുകളിലെ ഫീസാണ് വർദ്ധിപ്പിക്കുന്നത്. 2 കാറ്റഗറികളിലായാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നത്. റോഡുകളോട് ചേർന്ന പാർക്കിംഗ് സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തെന്ന് 1 മണിക്കൂറിന് 4 ദിർഹമാക്കി വർദ്ധിപ്പിക്കുകയാണ്. നേരത്തെ ഇത് മണിക്കൂറിന് 2 ദിർഹമായിരുന്നു, ഇത് 4 ദിർഹമാക്കും. ഇവിടങ്ങളിൽ ആദ്യത്തെ അരമണിക്കൂറിന് 2 ദിർഹമാണ് ഫീസ് ഈടാക്കുക. അതേസമയം മറ്റ് പാർക്കിംഗ് സ്ലോട്ടുകളിൽ, റോഡുകളുടെ ഉൾവശങ്ങളോട് ചേർന്ന പാർക്കിംഗ് സ്ലോട്ടുകളിൽ ഫീസ് മണിക്കൂറിന് 3 ദിർഹമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതുക്കിയ നിരക്കുകൾ മെയ് അവസാനമോ ജൂൺ ആദ്യമോ നിലവിൽ വരും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഫീസ് വർധനയോടൊപ്പം തന്നെ പാർക്കിംഗ് സമയത്തിന് നൽകുന്ന ഇളവും അധികൃതർ എടുത്തു കളഞ്ഞിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ പാർക്കിംഗ് ഫീസ് ഇനി മുതൽ നൽകേണ്ടി വരും. നേരത്തെ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 9 മണി വരെയായിരുന്നു പെയ്ഡ് പാർക്കിംഗ് സമയം ഉണ്ടായിരുന്നത്. ഉച്ചക്ക് 1 മണി മുതൽ 4 മണി വരെ പാർക്കിംഗ് സൗജന്യമായിരുന്നു. എന്നാൽ ഈ ഇളവ് അധികൃതർ എടുത്തു കളയുകയാണ്. ഇനി രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ തുടർച്ചയായ 14 മണിക്കൂർ പാർക്കിംഗ് ഫീസ് നൽകേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ നിരക്കുകൾ മെയ് അവസാനത്തോടെയോ ജൂൺ ആദ്യത്തെയോടെയോ നിലവിൽ വരും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ദുബായിൽ ട്രക്ക്, ടാക്സി, ബസ് ഡ്രൈവർമാർക്കിടയിൽ ആരോഗ്യക്ഷമതാ പരിശോധന കർശനമാക്കുകയാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ നിയന്ത്രണ വിധേയമല്ലാത്തവരെ താൽക്കാലികമായി സേവനത്തിൽ നിന്ന് അകറ്റി നിർത്തി അപകടങ്ങൾ കുറയ്ക്കാനാണ് ശ്രമം. നോ വറീസ് എന്ന പേരിൽ തുടങ്ങിയ പ്രചരണത്തിന്റെ ഭാഗമായാണ്
ഇത് പ്രചരണം തുടങ്ങിയതോടെ എമിറേറ്റ്സിൽ ട്രക്ക് അപകടങ്ങളിൽ 40% കുറവ് രേഖപ്പെടുത്തിയതായി RTA അറിയിച്ചു. ഹഫർബാദിനിൽ സംഘടിപ്പിച്ച സംയുക്ത സൈനിക പരിശീലനത്തിന് പ്രൗഢോജ്വലമായ സമാപനം. വടക്കൻ ഇടിമുഴക്കം എന്ന് പേരിട്ട സൈനിക പരിശീലനത്തിൽ 20 രാഷ്ട്രങ്ങൾ പങ്കെടുത്തു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ കാർമ്മികത്വത്തിലായിരുന്നു സമാപന ചടങ്ങുകൾ നടന്നത്. തുടർന്ന് വിവിധ രാജ്യങ്ങളുടെ സൈനിക അഭ്യാസ പ്രകടനങ്ങളും പരിശീലന പരിപാടികളും നടന്നു. ഏറ്റവും പുതിയ സൈനിക വിമാനങ്ങളും മറ്റ് അത്യാധുനിക ആയുധങ്ങളും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കുവൈറ്റ് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ്, ഖത്തർ അമീർ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും സൈനിക മേധാവികളും മന്ത്രിമാരും പരിശീലനങ്ങളിൽ പങ്കെടുത്തു. സൗദിയിൽ നിന്നും രാജകുടുംബാംഗങ്ങളും മന്ത്രിമാരും ഗവർണർമാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിന് സാക്ഷികളായി. 3 ലക്ഷത്തോളം സൈനികർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പോൾട്രി ഉൽപ്പന്നങ്ങൾക്ക് കുവൈറ്റ് കാർഷിക വിഭാഗം വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യയിൽ ചില ഭാഗങ്ങളിൽ പക്ഷിപ്പനി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വിലക്ക്. ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് പ്രതിവർഷം 24.19 ടൺ പോൾട്രി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലാണ് പക്ഷിപ്പനി കണ്ടെത്തിയിട്ടുള്ളത്. സൗദി അറേബ്യ, ഒമാൻ എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ പോൾട്രി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാറുണ്ട്. ഗൃഹ അലങ്കാരങ്ങളുടെയും ഫർണിച്ചറിന്റെയും ശേഖരമൊരുക്കി ദുബായ് ടൈംസ് സ്ക്വയർ സെന്ററിൽ ഹോം ഡേക്കോർ എക്സ്പോ ആരംഭിച്ചു. മൊബീലിയ, ദി അർബൻ യോഗി തുടങ്ങിയ റീറ്റെയിലർമാരാണ് എക്സിബിഷനിൽ പങ്കെടുക്കുന്നത്. ഒരു വീടിനെ എങ്ങനെ കൂടുതൽ ആഹ്ലാദകരമായ ഇടമാക്കി മാറ്റാം എന്നതിന് ഉത്തമ പരിഹാരമാണ് എക്സ്പോ എന്ന് ടൈംസ് സ്ക്വയർ ജനറൽ മാനേജർ റെബേക്ക അർണോൾഡ് അവകാശപ്പെട്ടു. സന്ദർശകർക്ക് വിവിധ സമാന പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. പടിഞ്ഞാറൻ രുചിവൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യവുമായി ലുലു ഗ്രൂപ്പിന്റെ ബ്രിട്ടീഷ് ഭക്ഷ്യമേളയ്ക്ക് ഖത്തറിൽ തുടക്കമായി. നയതന്ത്ര പ്രതിനിധികളും വ്യവസായ പ്രമുഖരെയും സാക്ഷി നിർത്തി ബ്രിട്ടീഷ് അംബാസഡർ അജയ് ശർമ്മയാണ് ഗരാഫ ഹൈപ്പർ മാർക്കറ്റിൽ ഈ മാസം 17 വരെ നീണ്ടുനിൽക്കുന്ന മേള ഉദ്ഘാടനം ചെയ്തത്. വൈവിധ്യങ്ങളായ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾക്ക് പുറമെ വീട്ടുപകരണങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും പ്രദർശനത്തിലുണ്ട്. ഖത്തർ സ്പീഡ് ലൈൻ പ്രിന്റിംഗ് പ്രസിന്റെ പുതിയ സംരംഭമായ ഓറിയന്റൽ ഓട്ടോ പാർട്സിന്റെ പുതിയ ഷോറൂം ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ സ്ട്രീറ്റ് നമ്പർ 27-ലാണ് ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത്. ജപ്പാൻ, കൊറിയൻ നിർമ്മിത വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ മിതമായ വിലയിൽ ലഭ്യമാക്കുമെന്ന് ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ അസീസ് അബ്ദുള്ള അൽഗാനം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MD ഉസ്മാൻ കലൻ, ഷമീം ഉസ്മാൻ, ഷാഹീൻ ഉസ്മാൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ഇന്ത്യയും സൗദിയും തമ്മിൽ ഈ വർഷത്തെ ഹജ്ജിനുള്ള കരാറിൽ ഒപ്പുവെച്ചു. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി VK സിംഗ്, സൗദി ഹജ്ജ് മന്ത്രി ബന്ദർ ബിൻ ഹജ്ജാർ തുടങ്ങിയവർ കരാറിൽ ഒപ്പുവെക്കുന്നതിന് നേതൃത്വം നൽകി. മസ്ജിദുൽ ഹറമിന്റെ വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നതിനാൽ ഹജ്ജ് കോട്ടയിൽ 20% കുറയ്ക്കുന്ന നടപടി ഈ വർഷവും തുടരും. ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ പോലെ 1,36,020 പേർക്ക് ഹജ്ജിന് വരാനുള്ള അനുമതി ഉണ്ട്. VK സിംഗിന് പുറമെ ഇന്ത്യൻ അംബാസഡർ അഹമ്മദ് ജാവേദ്, സൗദി ഡെപ്യൂട്ടി ഹജ്ജ് മന്ത്രി ഡോക്ടർ ഹുസൈന ഷെരീഫ് എന്നിവരും കരാർ ഒപ്പുവെക്കുന്നതിൽ സാക്ഷ്യം വഹിച്ചു. പാസ്പോർട്ട് നഷ്ടപ്പെട്ട മലയാളി 5 മാസമായി ദുബായിൽ ജയിലിൽ. കൊല്ലം തെക്കുംഭാഗം സ്വദേശി പ്രസാദ് സദാനന്ദനാണ് ചെയ്യാത്ത കുറ്റത്തിന്റെയും ഇല്ലാത്ത ബാധ്യതയുടെയും പേരിൽ അവിർ ജയിലിൽ കഴിയുന്നത്. ഷാർജ സജയിൽ ജോലി ചെയ്തിരുന്ന സദാനന്ദന്റെ പാസ്പോർട്ട് 2004-ലാണ് നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെട്ട പാസ്പോർട്ടിൽ കൃത്രിമം കാണിച്ച് മറ്റൊരാൾ കമ്പനി ആരംഭിക്കുകയും തട്ടിപ്പ് നടത്തുകയുമായിരുന്നു. പ്രസാദിനെതിരെ പരാതി നൽകിയ കമ്പനിയെ സമീപിച്ചെങ്കിലും അവരും കേസ് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ലെന്നും അവർക്കെതിരെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾക്ക് കോടതിയെ സമീപിക്കുമെന്നും സദാനന്ദന് നിയമസഹായം ചെയ്യുന്ന ദുബായിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി അറിയിച്ചു. 5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം മലപ്പുറം കുറ്റിപ്പാല സ്വദേശി നാരായണൻ നാട്ടിലെത്തി. നാരായണൻ ജോലി ചെയ്തിരുന്ന സർവീസ് സെന്ററിൽ നിന്നും സൗദി പൗരന്റെ വാഹനം കളവ് പോയതിനാലാണ് നാരായണൻ ജയിലിൽ ആയത്. റിപ്പോർട്ടിലേക്ക്. വർഷത്തെ ജയിൽവാസത്തിനു ശേഷം മലപ്പുറം കുറ്റിപ്പാല സ്വദേശി നാരായണൻ നടനഞ്ഞു. നാരായണൻ ജോലി ചെയ്തിരുന്ന സർവീസ് സെന്ററിൽ നിന്നും സൗദി പൗരന്റെ വാഹനം കളവ് പോയതിനാലാണ് നാരായണൻ ജയിലിൽ അകപ്പെട്ടത്. ഞാൻ ജോലി ചെയ്തിരുന്ന സർവീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി കളവ് പോയതിനെ സംബന്ധിച്ചാണ് ജയിലിൽ അകപ്പെടുന്നത്. ആ ജയിലിലായതിനു ശേഷം 5 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നു കോടതി കാര്യങ്ങളുടെ പ്രവാസി സാംസ്കാരിക വേദി സജീവമായി
സഹായിച്ചതുകൊണ്ട് ഇപ്പോൾ എല്ലാം അവസാനിച്ച് നാട്ടിൽ പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഇദ്ദേഹം ഒരു സർവീസ് സ്റ്റേഷനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഒരു സൗദി പൗരൻ കൊടുത്ത വണ്ടി മോഷണം പോയതിനെ തുടർന്നാണ് ഇദ്ദേഹം അറസ്റ്റിലായത്. 5 വർഷക്കാലം ഇദ്ദേഹം ജയിൽവാസം കഴിഞ്ഞാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത്. ഇദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് അതിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നാലും ശരി, എന്നാൽ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് തന്നെ കോടതി അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് തർഹീലിൽ നിന്ന് അദ്ദേഹത്തിന് എക്സിറ്റ് നേടാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞു. എന്തായിരുന്നാലും തർഹീലിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭീമമായ കറാമ അതിൽ നിന്ന് ഒഴിവാക്കി തർഹീൽ മേധാവി അത് അടിച്ചു കൊടുത്തു. 21 വർഷമായി നാരായണൻ നാട്ടിൽ നിന്നും വന്നിട്ട് 5 വർഷത്തെ നിയമ പോരാട്ടത്തിനു ശേഷം നാരായണൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ വിട്ടയച്ചത്. റിയാദിലെ പ്രമുഖ ജീവകാരുണ്യ സംഘടനയായ പ്രവാസി സാംസ്കാരിക വേദി ഇദ്ദേഹത്തെ സഹായിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. ഒടുവിൽ റിയാദിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ റാഫി പാങ്ങോടിന്റെ നേതൃത്വത്തിൽ തർഹീലിൽ നിന്നും എക്സിറ്റ് അടിച്ച് ഇന്ന് നാട്ടിലേക്ക് കയറ്റിവിട്ടു. നീണ്ട 21 വർഷത്തിനു ശേഷം ബന്ധുക്കളെ കാണാൻ കഴിയുമെന്ന സന്തോഷത്തോടെ നാരായണൻ നാടണഞ്ഞു. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. സൗദി സാംസ്കാരിക വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന റിയാദ് രാജ്യാന്തര പുസ്തകമേളയ്ക്ക് പ്രൗഢോജ്വലമായ തുടക്കം. ബുധനാഴ്ച രാത്രി സൽമാൻ രാജാവിന്റെ ആശീർവാദത്തിൽ സാംസ്കാരിക വാർത്താ വിതരണ മന്ത്രി ഡോക്ടർ ആദിൽ തുറൈഫ് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. അറബ് ലോകത്തെ മുൻനിര പ്രസാധകർക്കൊപ്പം കേരളത്തിൽ നിന്ന് മലയാള സാന്നിധ്യമായി ഇസ്ലാമിക പബ്ലിഷിംഗ് ഹൌസ് മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. പുസ്തകങ്ങൾക്ക് വാർദ്ധക്യമില്ല എന്ന സന്ദേശത്തോടെയാണ് 30ാമത് രാജ്യാന്തര പുസ്തകമേള നടക്കുന്നത്. ഉദ്ഘാടന വേളയിൽ 10ഓളം അറബ് എഴുത്തുകാരെ സാംസ്കാരിക വാർത്താ വിതരണ മന്ത്രി ഡോക്ടർ ആദിൽ തുറൈഫ് ആദരിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അറബ്, ഇംഗ്ലീഷ് ഭാഷകളിലെ 1000ഓളം പ്രസാധകരാണ് റിയാദ് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പങ്കെടുക്കുന്നത്. സൗദിയിലെ അറാറിൽ തമിഴ്നാട് ശങ്കരാപുരം വില്ലുപുരം സ്വദേശി റസാഖ് രക്തസമ്മർദ്ദത്തെ തുടർന്ന് അന്തരിച്ചു. അറാറിൽ കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം അറാറിൽ ഖബറടക്കി. നവോദയ സഫ യൂണിറ്റ് മെമ്പറും കൊല്ലം കൊട്ടാരക്കര പുലമൺ സ്വദേശിയുമായ സാമുവൽ മത്തായി ദമാമിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. 57 വയസ്സായിരുന്നു. 18 വർഷമായി സൗദിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. നവോദയ ദമാം അൽറാബി വനിതാ വേദിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഭിന്നലിംഗ വിഭാഗങ്ങൾ സമൂഹത്തിൽ മാറ്റി നിർത്തേണ്ടവരല്ല, നമ്മോട് ചേർത്ത് നിർത്തേണ്ടവർ എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു. LGBT ആക്ടിവിസ്റ്റും സെക്ഷൽ മൈനോറിറ്റി ഫോറം ഓഫ് കേരള സംസ്ഥാന സെക്രട്ടറിയായ ശീതൽ ശ്യാം ടെലിഫോണിലൂടെ ചർച്ച ഉദ്ഘാടനം ചെയ്തു. അനു രാജേഷ് അധ്യക്ഷയായ ചടങ്ങിൽ സുജ സുധീഷ് വിഷയം അവതരിപ്പിച്ചു. കേരളത്തിലെ നഴ്സുമാർക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് ജോത്സന രഞ്ജിത്ത് കരയുന്ന മാലാഖമാർ എന്ന പ്രമേയവും അവതരിപ്പിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ ഐക്യദാർഢ്യ പ്രതിജ്ഞ ഫെമില ഫിറോസ് ചൊല്ലിക്കൊടുക്കുകയും മറ്റുള്ളവർ അത് ഏറ്റുചൊല്ലി പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. മീനു മോഹൻദാസ്, ജസ്ന ഷമീം തുടങ്ങിയവർ ചർച്ചയിൽ സംസാരിച്ചു. നവോദയ സാംസ്കാരിക വേദി അബ്ഖൈ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കായിക മത്സരത്തിന് വെള്ളിയാഴ്ച അബ്ഖൈ ഗ്രൗണ്ടിൽ തുടക്കമാകും. ക്രിക്കറ്റ്, സെവൻസ്, ഫുട്ബോൾ എന്നിവയാണ് കായിക മത്സരങ്ങൾ. മത്സരങ്ങൾ 1 മാസക്കാലം നീണ്ടുനിൽക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. കോട്ടയത്ത് വൻകിട പദ്ധതിയുടെ പേരിൽ വീണ്ടും വയൽ നികത്താൻ ഉത്തരവ്. കോടിമാത മൊബിലിറ്റി ഹബിനു വേണ്ടി നാട്ടകം വില്ലേജിലെ 125 ഏക്കറാണ് നികത്തുന്നത്. മുഖ്യമന്ത്രി ചെയർമാനായ സമിതിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിയാണ് കോടിമത മൊബിലിറ്റി ഹബിനായി കോട്ടയം നാട്ടകം വില്ലേജിൽ വയൽ നികത്താൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. 100 മുതൽ 125 ഏക്കർ പാടം പദ്ധതിക്കായി സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടു നൽകുന്നവർക്ക് നൽകുന്ന വയലിന്റെ 50% നികത്തിയെടുക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. ജോസ് കെ മാണി എംപിയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം വൈറ്റില ഹബിന് സമാനമായ കോടിമത മൊബിലിറ്റി ഹബ്ബ് പദ്ധതി രൂപം കൊണ്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെയർമാനായ കോടിമത മൊബിലിറ്റി ഹബ് സൊസൈറ്റിയാണ് പദ്ധതിയുടെ നടത്തിപ്പുകാർ. 2015 നവംബർ 29-ന്
മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗവേണിംഗ് ബോഡി യോഗത്തിലാണ് പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത അപൂർവമായ ഉത്തരവിട്ടത്. പാടി ആക്ട് പ്രകാരം സംസ്ഥാനതല പരിശോധനാ സമിതിയുടെ അനുമതിയോടുകൂടി മാത്രമേ വൻകിട പദ്ധതികൾക്ക് നെൽവയൽ നികത്താൻ കഴിയൂ. എന്നാൽ പുറത്തിറങ്ങിയ ഉത്തരവിൽ ഇത്തരം അനുമതിയുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. ബസ് ടെർമിനൽ കോംപ്ലക്സ്, കൺവെൻഷൻ സെന്റർ, എക്സിബിഷൻ സെന്റർ, ക്രിക്കറ്റ് സ്റ്റേഡിയം, ഫാമുകൾ, മത്സ്യഫാമുകൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് നിർദ്ദിഷ്ട കോടിമത ഹബ്ബ് മുൻപോട്ട് വെക്കുന്നത്. 125 ഏക്കർ ഭൂമി ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴും പദ്ധതി പൂർത്തിയാക്കാൻ കുറഞ്ഞത് 250ഓളം ഏക്കർ ഭൂമി ആവശ്യം വരും. ലെസ്ലി ജോൺ, ഇടുക്കി. പൊതുജനങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് വ്യവസായ ആവശ്യത്തിന് പാട്ടത്തിന് നൽകാമെന്ന് സർക്കാർ. വികസന മേഖലകളിൽപ്പെട്ട ഭൂമിയാണ് ഇത്തരത്തിൽ പാട്ടത്തിന് നൽകുക. ഭൂമി വിലയ്ക്ക് വാങ്ങിയും പാട്ടത്തിന് നൽകും. ഇതിനായി പുതിയ ചട്ടങ്ങൾ ഉൾപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വികസന മേഖലയുമായി ബന്ധപ്പെട്ട് 1968 കൊണ്ടുവന്ന ഉത്തരവിലാണ് വ്യവസായ വകുപ്പ് പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കിയത്. 2013 ജൂൺ 10 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവ്. ഉത്തരവിൽ ജനുവരി 30 തീയതി കാണിച്ചിട്ടുള്ളത് എങ്കിലും കഴിഞ്ഞയാഴ്ചയാണ് ഇറങ്ങിയത്. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സർക്കാരും കൈമാറിയ ഭൂമി, സർക്കാർ പാട്ടത്തിനെടുത്ത ഭൂമി എന്നിവയാണ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുക. ഇതിനായി ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കും. വ്യാവസായിക ആവശ്യമെന്ന നിർവചനത്തിൽപ്പെടുന്ന ഏതാവശ്യത്തിനും ഭൂമി പാട്ടത്തിന് നൽകും. സാധനങ്ങളുടെ നിർമ്മാണം, ഉൽപാദനം, ഹോട്ടൽ, ഗോഡൌൺ, പെട്രോൾ പമ്പുകൾ, കോൾഡ് സ്റ്റോറേജ് തുടങ്ങിയവയ്ക്കും ഭൂമി നൽകും. 30 വർഷത്തേക്കാണ് പാട്ടം. വ്യവസായ വികസന മേഖലയുടെ 5% അധികരിക്കാത്ത ഭൂമിയാകും സേവന വ്യവസായങ്ങൾക്ക് അനുവദിക്കുക. പാട്ടക്കരാർ പൂർണ്ണമായി പാലിച്ചാൽ അടുത്ത 30 വർഷത്തേക്ക് കൂടി പാട്ടം നീട്ടി നൽകും. ഫലത്തിൽ വികസന മേഖലയിൽ സർക്കാരിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സാധാരണക്കാരന്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനുള്ള ലൈസൻസായി മാറും പുതിയ ഉത്തരവ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ ആദരിക്കാൻ കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ ഡോക്ടേഴ്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സർക്കാർ സർവീസിൽ നിന്നും ഡോക്ടർ ഷാഹിർ ഷാ, സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ YS മോഹൻകുമാർ, സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ PA ലളിത എന്നിവരാണ് അവാർഡിന് അർഹരായത്. മാർച്ച് 15 തിരുവല്ലയിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ കൈരളി പീപ്പിൾ TV ഇത് 2ാം തവണയാണ് ഡോക്ടേഴ്സ് അവാർഡ് ഏർപ്പെടുത്തുന്നത്. കേരള സർവകലാശാല മുൻ VC-യും ന്യൂറോ സർജനുമായ ഡോക്ടർ B. ഇക്ബാൽ, ജനകീയാരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ B. രാമൻകുട്ടി, സൈക്കോളജിസ്റ്റ് T. പാർവതി എന്നിവരടങ്ങിയ വിധി നിർണയ സമിതി ജനകീയ നാമനിർദ്ദേശത്തിലൂടെയാണ് അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. ഒരു സർക്കാർ ആശുപത്രിയുടെ എല്ലാ പരിമിതികളോടും പടവെട്ടി അത്യന്താധുനിക സേവനങ്ങൾ ഗ്രാമീണ മേഖലയിലെ ആരോഗ്യരംഗത്ത് ലഭ്യമാക്കിയതാണ് ഡോക്ടർ ഷാഹിർ ഷായെ അവാർഡിന് അർഹനാക്കിയത്. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടാണ് ഡോക്ടർ ഷാഹിർ ഷാ. വൻകിട ആശുപത്രികളിൽ മാത്രം കണ്ടുവരുന്ന വേതനരഹിത സാധാരണ പ്രസവം ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ നടപ്പാക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ്. അത്യന്താധുനിക ലേബർ സ്യൂട്ട്, ഡയാലിസിസ് യൂണിറ്റ്, ക്യാൻസർ കെയർ പദ്ധതി, ഓക്സിജൻ യൂണിറ്റ് എന്നിവയെല്ലാം ഡോക്ടർ ഷാഹിർ ഷായാണ് ഇവിടെ നടപ്പിലാക്കിയത്. എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനിയെക്കുറിച്ച് ലോകത്തെ ആദ്യമായി അറിയിക്കുകയും അവരുടെ അതിജീവനത്തിന്റെ പാതയിൽ ഊർജം പകരുകയും ചെയ്ത ആതുര ശുശ്രൂഷകനാണ് ഡോക്ടർ YS മോഹൻകുമാർ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ എണ്ണമറ്റ പോരാട്ടങ്ങൾക്ക് വഴിവിളക്കായത് ഡോക്ടർ മോഹൻകുമാറിന്റെ ഇടപെടലുകളായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രിയ ഡോക്ടറാണ് ഡോക്ടർ YS മോഹൻകുമാർ. ചികിത്സാ വൈദഗ്ധ്യവും ഭരണപാഠവും ഒത്തുചേർന്ന ബഹുമുഖ പ്രതിഭയാണ് കോഴിക്കോട്ടെ മലബാർ ഹോസ്പിറ്റൽസ് MD ഡോക്ടർ PA ലളിത. സന്നദ്ധ സേവന രംഗത്തും സാംസ്കാരിക രംഗത്തും കോഴിക്കോട്ടെ നിറസാന്നിധ്യം കൂടിയാണ് ഡോക്ടർ ലളിത. സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷയും സാമ്പത്തിക സുരക്ഷിതത്വവും ലക്ഷ്യമാക്കി ഡോക്ടർ ലളിത നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. മാർച്ച് 15 തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക്. കൊച്ചി കോർപ്പറേഷന്റെ പുതിയ വാർഷിക ബജറ്റിൽ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ കേബിൾ TV കാണുന്ന ഉപഭോക്താക്കൾക്ക് പ്രതിമാസം 10 രൂപ വിനോദ നികുതിയായി നൽകണമെന്ന കോർപ്പറേഷൻ തീരുമാനത്തിനെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മേയർ സൗമിനി ജെയിനെ പ്രതിഷേധക്കാർ കോർപ്പറേഷന് മുന്നിൽ തടഞ്ഞു. BJP നേതാവ് AN രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സാമ്പത്തിക പ്രതിസന്ധികൾ കേബിൾ TV ഓപ്പറേറ്റർമാർ നേരിടുമ്പോൾ ഓപ്പറേറ്റർമാർ വഴി സാധാരണ ജനങ്ങളിൽ നിന്ന് വിനോദ നികുതി പിരിക്കാനുള്ള കോർപ്പറേഷൻ നീക്കം ഏകപക്ഷീയവും ജനവിരുദ്ധവുമാണെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KV രാജൻ പറഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KJ ആന്റണി, K വിജയകൃഷ്ണൻ,
KV രാജൻ തുടങ്ങിയ നേതാക്കൾ ധർണയിൽ പങ്കെടുത്തു. പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ കല്യാൺ സിൽക്സിന്റെ കാസർഗോഡ് ഷോറൂം നടൻ പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 4 നിലകളിലായി 30,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ളതാണ് ഷോറൂം. സംസ്ഥാനത്ത് 2 സീറ്റിനും 4 വോട്ടിനും വേണ്ടി കോൺഗ്രസ് BJP അവിശുദ്ധ സഖ്യം രൂപപ്പെടുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരായ തൊഴിലാളി സമരത്തിൽ നിന്നും INTUC വിട്ടുനിന്നത് ഈ കാരണത്താലാണ്. ഭൂപരിഷ്കരണ നിയമത്തെ UDF സർക്കാർ തെറ്റായി ഉപയോഗിച്ചുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ സമരം തീരുമാനിച്ചത്. എന്നാൽ എന്തുകൊണ്ട് INTUC സംസ്ഥാനത്ത് സമരത്തിൽ നിന്ന് മാറി നിന്നു എന്നതിനുള്ള മറുപടിയാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നൽകിയത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അവിശുദ്ധ ബന്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. 4 വോട്ടും ഏതാനും സീറ്റും കിട്ടുന്നതിന് വേണ്ടിയുള്ള അവിശുദ്ധ ബന്ധമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നാണ് നാം അതിലൂടെ കാണേണ്ടത്. ഇതിൽ ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിയും. ഭൂപരിഷ്കരണ നിയമത്തെ UDF സർക്കാർ തെറ്റായി ഉപയോഗിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംവരണത്തിന് വേണ്ടി ശബ്ദമുയർത്തിയവരെ പാട്ടിലാക്കുകയാണ് വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ടിലൂടെ BJP ചെയ്തതെന്നും പിണറായി പറഞ്ഞു. സംവരണത്തിന് വേണ്ടി ശബ്ദമുയർത്തേണ്ടവരെ RSS പാട്ടിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തിക്കൊണ്ട് നടക്കുന്നത് എന്നതും നാം തിരിച്ചറിയണം. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചോദ്യം ചെയ്യുന്നവരെ ശാരീരികമായി ഉന്മൂലനം ചെയ്യുകയാണ് RSS രാജ്യത്ത് നടപ്പാക്കുന്നത്. ആരാധനാലയങ്ങളെ ആയുധപ്പുരകളാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നതായും പിണറായി കുറ്റപ്പെടുത്തി. ഹിന്ദു പാർലമെന്റ് വിശാല ഭൂരിപക്ഷ ഐക്യം ജനസഭയുടെ ഹിന്ദു സമൂഹവും മതേതര സങ്കല്പവും എന്ന സെമിനാറിലാണ് പിണറായി നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.